ചെറുപ്പം മുതൽ സിനിമയിലെത്തി ഇന്നും സജീവമായി തുടരുന്ന താരം കഴിഞ്ഞ ജന്മത്തിൽ താൻ ഒരു ബുദ്ധ സന്യാസിയായിരുന്നു എന്ന് വെളിപ്പെടുത്തിയത് മുൻപ് വലിയ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. ഇതിന്റെ പേരിൽ താരത്തിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും സോഷ്യൽ മീഡിയ ട്രോളുകളും നേരിടേണ്ടി വന്നിരുന്നു. എനിക്ക് തോന്നുന്നു ഓൾറെഡി അത് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അല്ല, ചിലർ പറയും നമ്മൾ മറ്റുള്ളവരുടെയും കാണണം, മറ്റുള്ളവരുടെയും ചെയ്യുമ്പോഴാണ് എന്തൊക്കെയാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത്. യു ഷുഡ് ബി. അപ്പോൾ നമ്മളൊരു കുറച്ചും കൂടെ ഒരു അലേർട്ട് ഇതിൽ പോവും, എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ്. സോ സിസ്റ്റം മാറുന്നു, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഇന്നായിട്ടുള്ള കാര്യങ്ങൾ. സോ അതൊക്കെ അറിയാനായിട്ട് യു ഷുഡ് നോ, അല്ലെങ്കിൽ നമ്മൾ അതിൽ ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് പറയുന്ന. അഗെയിൻ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് പേഴ്സൺ ടു പേഴ്സൺ. പറയുന്ന ആൾക്കാർ എന്താ ചെയ്യുന്നത് ലൈഫിൽ ഒന്ന് ശ്രദ്ധിക്കൂ. ഈ അഡ്വൈസ് തന്ന ആൾക്കാർ ആക്ച്വലി ലൈഫിൽ എന്താ ചെയ്യുന്നത്, അവരുടെ ജോലി എന്താണ്, അവർ ആക്ച്വലി എന്താ ചെയ്യുന്നത്. പല പല ഇതിലുള്ള ആൾക്കാരാണ്. അതെ, പക്ഷെ അവരുടെയൊക്കെ ഒരു മെയിൻ അവരുടെ ഇൻട്രസ്റ്റ് ഇതിലാണ്. സോ പലരും ഹൗസ് വൈഫ്സ് ആയിരിക്കാം, പലരും ഫാഷൻ ഡിസൈനേഴ്സ് ഒക്കെ ആയിരിക്കാം. സോ ദേ ഹാവ് ടു ബി അപ് ടു ഡേറ്റ് വിത്ത് ഫാഷൻ. എൻ്റെ ജോലി ഫാഷനല്ല, എൻ്റെ ജോലി ആ നല്ല ഫാഷനബിൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ചെയ്യുന്നവരായിട്ട് കൊളാബ് ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ അവരോട് കോസ്റ്റ്യൂംസ് സ്പോൺസർ ചെയ്യാൻ പറയലാണ്. ഞാൻ ഫാഷൻ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണം, ലൈക്ക് ഇപ്പോൾ ഇൻറ്റീരിയർ ഡെക്കറേഷൻ്റെ ഒരാൾ, ദേ ഹാവ് ടു ബി അപ് ടു ഡേറ്റ് വിത്ത് വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ഇൻറ്റീരിയർ ഡെക്കറേഷൻ. ഫാഷൻ ഡിസൈനിങ്, അവർക്ക് അറിയണം ഇന്നത്തെ ലേറ്റസ്റ്റ് ഫാഷൻ എന്താ കളർ ട്രെൻഡ്സ് എന്താണ്. ഇപ്പോൾ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ്, ബ്യൂട്ടി മേക്കപ്പ് ആർട്ടിസ്റ്റ്, അവർ അപ് ടു ഡേറ്റ് ആയിരിക്കണം ട്രെൻഡ്സിൽ. പക്ഷേ നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുള്ള ക്രിയേറ്റ് ചെയ്യുന്ന ആർട്ടിന് ഇറ്റ്സ് ടൈംലെസ്. നമ്മൾ ഈ പറയുന്ന ഫാഡ്സിൻ്റെ കൂടെ പോകേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നതാണോ ഫാഷൻ എന്ന് എനിക്കറിയില്ല. ദിസ് ഇസ് ഫ്രം സ്വപ്ന മന്ത്ര. ദേ ഹാവ് കൊളാബ് ചെയ്തിരിക്കുകയാണ് ഫോർ ദിസ് ഇൻ്റർവ്യൂ. സോ എന്നോട് പറഞ്ഞു ഇതാണ് ഓക്കെ, ഇറ്റ് ലുക്സ് ലൈക്ക് എ 90s സ്റ്റൈൽ. അപ്പോൾ ഹെയർ ഡു ഇങ്ങനെയാണ്, ഇറ്റ് ലുക്സ് ലൈക്ക് എ 90s സ്റ്റൈൽ, ഇറ്റ്സ് ഫൈൻ. ഞാനിവിടെ വന്നിരിക്കുന്ന ഒരു ഫാഷൻ മോഡലായിട്ടല്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു അതാ ഞാൻ പറഞ്ഞ കമ്പാരിസൺ ഇല്ല. ഓരോരുത്തരും അവരവരുടെ മേഖലയിൽ ചെയ്യുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, വളരെ ബ്രോഡ് സ്പെക്ട്രം ആയിട്ട് എല്ലാവരോടും നമ്മൾ ചെയ്യുന്ന എല്ലാവരും അതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞ് അഡ്വൈസ് ചെയ്യും. അതാണ് മറ്റുള്ളവരെ കൺഫ്യൂസ് ചെയ്യുന്നത്. അതെ, ട്രൂ. എനിക്കിതാണ് ശരി. സോ ഞാൻ ഈ റൂട്ടിൽ കൂടിയാണ് പോണത്. സോ നിങ്ങളും ഇതേ റൂട്ടിൽ കൂടെ തന്നെ വരൂ. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മളെല്ലാവരും അതേ മേഖലയിലല്ലല്ലോ. അതെ, വെൽ സെഡ്. ഓക്കെ. പക്ഷേ ഇത്രയും സോഷ്യൽ മീഡിയ ഒന്നും ആരെയും ഫോളോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ചില പേഴ്സണാലിറ്റി നമുക്ക് വളരെയധികം റെസ്പെക്റ്റ് തോന്നുന്ന പല ആൾക്കാരും ഉണ്ട് നമ്മുടെ കൂടെ, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കൂടുതൽ അറിയാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ തോട്ട്സും അവരുടെ കാര്യങ്ങൾ അറിയാനായിട്ടും അവരെ ഫോളോ ചെയ്യണമെന്ന് പോലും തോന്നിയിട്ടില്ലേ? ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ കീപ് കമ്മിങ് ഓൺ മൈ ഫീഡ്. എനിക്ക് ഒരു സമയത്ത് ഞാൻ റിസർച്ച് ചെയ്യുമ്പോൾ ഐ ഹാവ് ഇൻസ്റ്റഗ്രാം ടു റിസർച്ച്. എനിക്ക് ഇന്ന ആളുടെ പേര് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ അവരുടെ പോസ്റ്റ്സ് കാണാം. ഞാൻ അതിന് റിസർച്ച് ചെയ്യുകയാണെങ്കിൽ, എനിക്ക് ശരിക്കും ഇൻഫർമേഷൻ വേണമെങ്കിൽ ഐ വിൽ ഗോ ആൻഡ് റിസർച്ച്. അതിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യും, ഞാനത് സേവ് ചെയ്യും. അടുത്ത ഫേസ്ബുക്കിൽ ഞാൻ യൂസ് ചെയ്യാറില്ല. ഫേസ്ബുക്ക് ഐ തിങ്ക് ഇസ് കംപ്ലീറ്റ്ലി അൺനെസസറി നൗ ബിക്കോസ് ഓഫ് ഇൻസ്റ്റഗ്രാം. പിന്നെ യൂട്യൂബാണ് മെയിൻ റിസർച്ച് പ്ലേസ്. ലിങ്ക്ഡിൻ ഹാർഡ്ലി യൂസ് ചെയ്യാറില്ല. എനിക്ക് എക്സ്, ട്വിറ്ററും എനിക്ക് അങ്ങനെ അത്ര യൂസ് ചെയ്യാറില്ല. ഉണ്ട്, ഹാൻഡിൽസ് ഉണ്ട്, പക്ഷെ അങ്ങനെ വല്ലപ്പോഴും റീപോസ്റ്റ് ഒക്കെ വരുള്ളൂ. അപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ കൂടാതെ ഇപ്പോൾ ദർ ഇസ് ചാറ്റ് GPT, ദർ ഇസ് ജെമിനി, ദർ ഇസ് AI വിച്ച് ഇസ് ഹെൽപ്പിംഗ് യു സോ മച്ച്. പകുതി സെർച്ചസ് ഇപ്പോൾ അത് ചെയ്തോളും. അപ്പോൾ ഞാൻ ടെക് സാവി ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാനൊന്നും ഫോളോ ചെയ്യുന്നില്ല. എന്തിനാ ഫോളോ ചെയ്യുന്നേ? വെനെവർ ഐ നീഡ് ഞാൻ പോയി സെർച്ച് ചെയ്യും, അതിൻ്റെ കിട്ടേണ്ടത് വാങ്ങിക്കും. അപ്പോൾ യൂട്യൂബിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന പല ചാനൽസ് ഉണ്ട്. ബിക്കോസ് എനിക്ക് അവരുടെ അപ്ഡേറ്റ്സ് റെഗുലറായിട്ട് വേണം. വേറെസ് എനിക്ക് വെറുതെ എന്തെങ്കിലും റാൻഡം പോസ്റ്റും ഫോട്ടോസും റീൽസും കണ്ടുകൊണ്ടിരിക്കാൻ നേരമില്ല. അത് ഭയങ്കരമായിട്ട് ആ അൽഗോരിതം എനിക്കിഷ്ടമല്ല. ആ സോഷ്യൽ മീഡിയ അൽഗോരിതം നമ്മുടെ അടുത്ത് പുഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കോണ്ടന്റ് ഇങ്ങനെ എല്ലാ 3 സെക്കൻഡ്സും. എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ ആ ഒരു സെക്ടറിലേക്ക് അധികം ബോധേഡേ അല്ല, ഒട്ടുമല്ല. ഓക്കെ. നമുക്ക് സ്കൂൾ ഡേയ്സിൽ ഇങ്ങനെ ഡ്രാമ ഇതൊക്കെ അതിലൊക്കെ ഭയങ്കര അധികം ആക്റ്റീവ് തന്നെയായിരുന്നു സ്കൂൾ സമയത്തൊക്കെ. അതെ. ഓക്കെ. അപ്പോൾ അന്നേ ലെന സ്റ്റഡീസിൽ ഭയങ്കര ബ്രില്യൻ്റ് ആയിരുന്നു, ഭയങ്കര അധികം. ആ സമയത്തും സ്റ്റഡീസിലപ്പോൾ എന്തെങ്കിലും എത്തണം എന്നുള്ളൊരു മനസ്സിൽ തീർച്ചയായിട്ടും ഒരു താല്പര്യം എത്തുമല്ലോ, ഫോക്കസ്ഡ് ആവുമല്ലോ ഇത്രയും ഒരു എക്സ്ട്രീമിസ്റ്റ് നിൽക്കുന്ന ഒരാൾ. പക്ഷേ അറ്റ് ദ സെയിം ടൈം സിനിമ എന്തെങ്കിലും ഫ്യൂച്ചറിൽ ഞാൻ ഉണ്ടാവും എന്ന് കരുതിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും
വരുമെന്ന് കരുതിയിരുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട് സ്കൂളിലൊരു 10th സ്റ്റാൻഡേർഡിലൊക്കെ പ്ലേസ് ഞാൻ ഡയറക്റ്റ് ചെയ്യുകയും അതിൽ ആക്ട് ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു. ഓ ബിക്കോസ് നമ്മുടെ സ്കൂൾ പ്ലേ ആരെങ്കിലും ഡയറക്റ്റ് ചെയ്യണമല്ലോ. അതെ. അപ്പോൾ അത് യൂഷ്വലി പല സ്ഥലത്തും ഒരു ടീച്ചർ ആരെങ്കിലും ആയിരിക്കാം. നമ്മുടെ അവിടെ ഞാൻ തന്നെ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഞാൻ തന്നെ പ്ലേ സെലക്ട് ചെയ്യും. ടീച്ചേഴ്സ് അത് ഓക്കെ പറഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ അത് കാസ്റ്റ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് അതിൽ ആക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ പലപ്പോഴും സ്കൂളിലുള്ള എല്ലാ കുട്ടികൾക്കും ഒരേ കാലിബർ ഓഫ് ആക്ടിങ് ഉണ്ടാവില്ലല്ലോ. അപ്പം നമുക്ക് ചില സമയത്ത് ഫ്രസ്ട്രേഷൻ വരും. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് പറയും, നല്ല അപ്പുറത്ത് അഭിനയിക്കുന്നവരൊക്കെ നല്ല അഭിനയമുള്ള ആയിരുന്നെങ്കിൽ നമുക്കിത് എത്ര നന്നാവുമായിരുന്നു. അപ്പോൾ ആ ഒരു ഡ്രീമാണ് സിനിമയിൽ വന്ന് പ്രൊഫഷണൽ ആക്ടേഴ്സിൻ്റെ കൂടെ ആക്ട് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആവുന്നത്. കാരണം ഇപ്പം എത്രയോ പേരുടെ കൂടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പല പല ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സും ഒബ്വിയസ്ലി ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഒരെണ്ണം എന്നോടൊന്ന് ഷെയർ ചെയ്യാമോ? ഇവരുടെ കണ്ടുകൊണ്ടിരുന്നപ്പോഴോ അല്ലെങ്കിൽ അവരുടെ കൂടെ അത് കണ്ട് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ലെന. താൻ സ്ഥിരമായി മെഡിറ്റേഷൻ ചെയ്യാറുള്ള ആളാണെന്നും ആഴത്തിലുള്ള മെഡിറ്റേഷനിലൂടെ തനിക്ക് ലഭിച്ച ഒരു ദർശനമായിരുന്നു ആ മുൻജന്മ കാഴ്ചയെന്നുമാണ് ലെന വ്യക്തമാക്കുന്നത്. പൂർവ്വജന്മത്തെ അംഗീകരിക്കുന്ന ഒരു വിഭാഗമുണ്ട്, ആരും അംഗീകരിക്കുന്നില്ലെന്ന് പറയാനാവില്ല. സയന്റിഫിക്കലി പ്രൂവ് ചെയ്താലേ വിശ്വസിക്കുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. സയൻസ് എന്തെങ്കിലും അത് തെളിയിക്കുന്നുണ്ടെങ്കിൽ തെളിയിക്കട്ടെ. കഴിഞ്ഞ ജന്മത്തിൽ ഞാനൊരു ബുദ്ധ സന്യാസിയായിരുന്നു. മരിക്കുമ്പോൾ 63 വയസ്സായിരുന്നു, ടിബറ്റിൽ വെച്ച്. തെറാപ്പി ഒന്നും എടുത്തിട്ടല്ല അത് ഞാൻ മനസ്സിലാക്കിയത്. മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വിഷനാണ് അത്. പൂർവ്വജന്മം അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ ജീവിക്കുന്ന ജീവിതം ആകെ താറുമാറാകാതെ ഇരിക്കാൻ നോക്കണം. കാരണം എല്ലാവർക്കും ഒരു അറിവ് വന്നു കഴിഞ്ഞാൽ അത് താങ്ങാൻ പറ്റണമെന്നില്ല. ഒരു ദിവസത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ താങ്ങാൻ പറ്റാത്തവരാണ് മിക്കവരും. സ്ട്രെസ്ഫുൾ ആണെന്ന് പറയും. അങ്ങനെയുള്ളപ്പോൾ മുൻ ജന്മം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ജീവിതത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഓർഡർ ആണ്, പക്ഷേ ഒന്നും പെൻഡിങ്ങുമല്ല, കൺഫ്യൂഷൻസും ഇല്ല. കാര്യങ്ങളുമൊക്കെ മനസ്സിലായി. എന്നാലേ മുൻ ജന്മത്തിലെ ഓർമ്മകൾ ഓപ്പൺ ആവൂ, അല്ലെങ്കിൽ നിങ്ങൾക്കത് താങ്ങാനാവില്ല. ആദ്യ ഭർത്താവിനോട് ഇതൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ആൾക്കത് റിലേറ്റ് ആയില്ല. പിന്നീട് ഫാമിലി ഇടപെട്ടു. ഞാൻ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. ഒടുവിൽ സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു. സ്പിരിച്വാലിറ്റി എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ലല്ലോ. അന്ന് എൻ്റെ കുടുംബമാണെങ്കിൽ ഇന്ന് മലയാളികൾ അതേ പ്രശ്നം വന്നു. ഇതെന്താ പറയുന്നതെന്ന് തോന്നി. എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമല്ല അത്. എല്ലാവർക്കും കിട്ടുന്ന അനുഭവമല്ല. എല്ലാവരും ഒരു ഫ്രീക്വൻസിയിലല്ല. എല്ലാവർക്കും മനസ്സിലാവുമെന്ന് കരുതിയല്ല ഇതെല്ലാം പറയുന്നത്, ലെന പറയുന്നു. മലയാളം വായിക്കാൻ തനിക്ക് വളരെ ബുദ്ധിമുട്ടാണെന്നും ഇന്ത്യയിൽ പല സ്ഥലത്താണ് താൻ വളർന്നതെന്നും നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, ഗുവാഹട്ടി, കൊച്ചി, തൃശൂർ, ബോംബെ, ബാംഗ്ലൂർ ഇത്രയും സ്ഥലങ്ങളിലൊക്കെ ഞാൻ ജീവിച്ചിട്ടുള്ളത് കൊണ്ട് എൻ്റെ മലയാളത്തിലെ ബേസ് വളരെ കുറവാണ്. ഞാൻ ICSE സിലബസ് ആണ് പഠിച്ചത്. എൻ്റെ അച്ഛൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് കാരണം എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയാണ്. അപ്പോൾ എനിക്ക് മലയാളത്തിൻ്റെ മേൽ കമാൻഡ് ഇല്ല. എഴുതാനും വായിക്കാനും അറിയില്ല. മലയാള സിനിമയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം. എൻ്റെ മാതൃഭാഷ ഇംഗ്ലീഷാണ്. ഞങ്ങൾ വീട്ടിൽ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. എൻ്റെ അമ്മ ആംഗ്ലോ ഇന്ത്യൻ ആണ്. ഞാൻ 12ാമത്തെ വയസ്സിലാണ് മലയാളം സംസാരിച്ചു തുടങ്ങിയത്. എനിക്കൊരു നിർബന്ധമുണ്ട്. ഞാൻ ഹിന്ദി പറയുന്ന കേട്ടാൽ ഒരു മലയാളി ഹിന്ദി പറയുന്നത് പോലെ ആയിരിക്കരുത്. തമിഴ് പറയുമ്പോഴും മറ്റു ഭാഷകൾ കലർന്ന് സംസാരിക്കുന്നത് പോലെ ആകരുത്. ഇംഗ്ലീഷ് പറയുമ്പോൾ മലയാളത്തിൻ്റെ ചൊവ വരരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ടെന്നും ലെന പറയുന്നു.